കാലത്തിൻ്റെ മാറ്റത്തിന് അതിവേഗമാണിപ്പോൾ. ഇസ്ലാമിക ശരീഅത്തും വിജ്ഞാനങ്ങളും എങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്നതിൽ പലവിധ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളി ദർസുകൾ കോളേജുകളായി മാറി. നിലനിൽക്കുന്ന പല പ്രമുഖ ദർസുകളും കെട്ടിടം ഇല്ലാത്തതുകൊണ്ട് മാത്രം കോളേജ് എന്ന് വിളിക്കപ്പെടാതിരിക്കുകയാണ്. സാമൂഹിക മാറ്റത്തിൻ്റെ ഒരു അനിവാര്യതയാണല്ലോ ഇത്. എന്നാൽ ഈ രൂപത്തിൽ മുന്നോട്ടു പോയാൽ ദീനിനു കനത്ത് നഷ്ടമാകും എന്നും ഒരു പുതിയ മാറ്റം ആവശ്യമാണെന്നും പലരും പറയുന്നു. 8-10 വർഷത്തെ ദറസ് അറബിക് കോളേജ് വിദ്യാഭ്യാസ ശേഷം ഏറ്റവും കഴിവും താല്പര്യവുമുള്ള വിദ്യാർത്ഥികളെ ഗവേഷണ പഠനത്തിനായി മാത്രം ഉയർന്ന സ്റ്റൈപ്പൻഡ് നൽകി 15-20 വർഷങ്ങൾ വരെ സംരക്ഷിക്കുന്ന ഒരു ബൃഹത് പദ്ധതി പലരും പങ്കുവെക്കുന്നു. അങ്ങ് എങ്ങനെ ചിന്തിക്കുന്നു? ഇത്തരം ഒരു കേന്ദ്രം അനിവാര്യമാണോ? ഇതിൻ്റെ പേരെന്തായിരിക്കും? യൂറോപ്യന്മാർ ശാസ്ത്ര പുരോഗതി നേടിയത് അവരിൽ ഗവേഷണ പഠനത്തിന് ഉയർന്ന സ്ഥാനം നൽകുന്നതിനാലാണ് എന്നൊരു പറച്ചിലുണ്ട്. നമ്മുടെ നേതൃത്വത്തിൽ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ടോ? അവിടുത്തെ നിരീക്ഷണം അറിയാൻ താല്പര്യം. ഈ പറയുന്നത് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ 2 വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് മതപണ്ഡിതന്മാരായിരുന്നു മതപാണ്ഡിത്യം നേടിയിരുന്ന പണ്ഡിതന്മാർ ഒരു പുതിയ വിധാനത്തിലേക്ക് മാറി വന്നപ്പോഴുണ്ടായ പ്രയാസങ്ങളും വിഷയങ്ങളുമാണല്ലോ. ശരിയാണ്, 2 വിദ്യാഭ്യാസം നേടി 2ലും ഡിഗ്രി എടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോഴത്തെ സമന്വയ രീതി. 2ഉം വേണം എന്ന ഒരു ചിന്ത സമൂഹത്തിൽ പടർന്നു പന്തലിച്ച് വ്യാപകമായി ഒരാൾ ഒഴിവില്ലാതെ എന്ന വിധം ഇന്ന് സമൂഹത്തെ സമഗ്രമായി ഇത് ഗ്രസിച്ചിരിക്കുന്നു. ഇത്തരമൊരു ചുറ്റുപാടിൽ അങ്ങനെയല്ലാതെ ഒരു വിദ്യാർത്ഥിയെയും മതപഠനത്തിന് കിട്ടില്ല. അതനുസരിച്ച് വ്യാപകമായി 2ഉം വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനങ്ങളുണ്ടായി. എന്നാൽ പോലും സമന്വയം എന്ന് സമത്തിൽ അന്വയിപ്പിച്ചുകൊണ്ടാകണമെന്നില്ല. 2നെയും വേറിട്ടുകൊണ്ട് അതിനെ നിർത്തി യോഗ്യമായ രീതിയിൽ മതപണ്ഡിതന്മാരുണ്ടാകലാണ് ആവശ്യമെന്ന് കണ്ടുകൊണ്ട് മതപണ്ഡിതന്മാരുടെ പഠനത്തിന് വേണ്ട പ്രാമുഖ്യം നൽകിക്കൊണ്ട്, എന്നാൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തും ഡിഗ്രികളൊക്കെ നേടാവുന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ചിട്ടുള്ളവരുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മതവിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം നൽകാത്തവരുമുണ്ട്. സമം 2നും പ്രാധാന്യം നൽകി പോകുക എന്നുള്ള ചിന്തയിൽ സമന്വയിച്ചിരിക്കുന്നവരുണ്ട്. ഇത് ഏത് നിലയിൽ പോയാലും മതപണ്ഡിതന്മാരാകാൻ വേണ്ടി കിതാബുകളും ദീനീ ഉലൂമുകളും മാത്രം പഠിച്ചുകൊണ്ട് സമയം ചെലവഴിച്ച് കിതാബുകളൊക്കെ ഓതി തീർന്ന ശേഷം മാത്രം പണ്ഡിതന്മാരായി വരിക എന്ന പഴയ രീതിയോളം ഇതൊന്നും പാണ്ഡിത്യത്തെ സൃഷ്ടിക്കുന്നതിലോ പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്നതിലോ ഒരിക്കലും ആ നിലവാരത്തിലേക്ക് എത്തില്ല എന്ന് സത്യമാണ്. എന്നാലും കാലത്തിനനുസരിച്ച് അതിനനുസരിച്ച് ഇൽമ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ നിലക്ക് ഇതിനെയൊക്കെ നമുക്ക് കാണാം. ഒരനിവാര്യ വേളയിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളൂ. ആദ്യത്തെ കാലത്ത് തന്നെ പള്ളി ദർസുകൾ നിലനിന്നിരുന്ന കാലത്ത്, ധാരാളം ദർസുകൾ ഉണ്ടായിരുന്ന കാലത്ത്, ആ ദർസുകളെക്കാൾ ക്ഷേമം 2ഉം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സമന്വയ വിദ്യാഭ്യാസത്തെ പ്രചരിപ്പിച്ചു വന്നപ്പോൾ അത് ശരിയല്ല. അത് ദീൻ ഇല്ലാതാക്കുന്ന സംഭവമാണ്, പണ്ഡിതന്മാരില്ലാതാക്കുന്ന സംഭവമാണ്. പണ്ഡിതന്മാരെ മാത്രം സൃഷ്ടിക്കുന്ന അറബി കോളേജുകൾ, ജാമിയ നൂരിയ, ജാമിയ വഹബിയ, മർക്കസ് സഖാഫത്ത് സുന്നിയ, ഇഹ്യാ ഉസുന്ന തുടങ്ങിയിട്ടുള്ള അനേകം സ്ഥാപനങ്ങൾ പണ്ഡിതന്മാരെ മാത്രം സൃഷ്ടിക്കുന്നതാണ്. അത്തരം സ്ഥാപനങ്ങൾ ഇല്ലാതാകുകയും അവിടേക്ക് വിദ്യാർത്ഥികൾ ഇല്ലാതാകുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് പോക്ക് എന്ന് കണ്ടപ്പോഴാണ് അത്തരം സ്ഥാപനങ്ങളിലേക്ക് കൂടി പാകമാകുന്ന വിധം വിദ്യാർത്ഥികളെ സ്വരൂപിക്കുന്ന 2 വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനങ്ങൾ പിന്നീട് വന്നത്. അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ കുട്ടികളെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ജാമിയ വഹബിയ പോലുള്ള സ്ഥാപനങ്ങളിലേക്കും ഭാവിയിൽ മുത്തവ്വൽ കോഴ്സ് പൂർത്തിയാക്കാൻ യോഗ്യരായ ആളുകളെ കിട്ടില്ലെന്നും ദർസുകളൊക്കെ ഇല്ലാതായെന്നും ദർസുകളിൽ നിന്ന് പണ്ഡിതന്മാരുന്ന അവസ്ഥ ഇല്ലാതാകുമെന്നും കണ്ടപ്പോഴാണ് ഇമാം റാസി അക്കാദമി തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്. നമ്മൾ വളരെ കരുതലോടുകൂടിയാണ് ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, പള്ളി ദർസുകളിൽ നിന്ന് യോഗ്യരായ പണ്ഡിതന്മാർ വരുന്നത് വളരെ കുറഞ്ഞ ശതമാനമാണ്. പണ്ടും എത്രയൊക്കെ പഠിച്ചാലും യോഗ്യരായ പണ്ഡിതന്മാർ കുറച്ചേ വരുള്ളൂ. കാരണം നമ്മളിങ്ങനെ പേര് കേട്ടു നോക്കി, കേരളത്തിലെ ഇൽമിനെ നിലനിർത്താൻ വേണ്ടി ആലിമീങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ശരീക്കുമാരൊക്കെ ഈ രംഗത്തുണ്ടോ? ഇല്ലല്ലോ. അവർ മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഓരോ കാലത്തും ഓരോ വലിയ മഹാന്മാരെ കേൾക്കണുള്ളൂ. അവരുടെ സഹപാഠികളായിട്ട് ഒരുപാട് ആളുണ്ടല്ലോ, ഓരോന്നും കേൾക്കണില്ലല്ലോ. കുറഞ്ഞ ആളുകളേ ഉള്ളൂ. സമസ്തയാവട്ടെ, സംസ്ഥാനമാവട്ടെ, ഇനി മറ്റേതെങ്കിലും സംഘടനയാവട്ടെ, എപിക്കാരാവട്ടെ, ഈക്കക്കാരാവട്ടെ, എല്ലാത്തിലും ഫത്വാക്ക് വേണ്ടിയിട്ടോ ഫത്വ കൊടുക്കാനോ ജനങ്ങൾ സമീപിക്കുന്നവർ അത്ര ആളുണ്ടാവും? വളരെ കുറവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ജനങ്ങൾക്കും അതറിയാം. പേര് പറയാനും പല സ്ഥാനപ്പേരിലും പറയുന്ന ഉലമാക്കളുണ്ടാവും. പക്ഷേ ഫത്വാക്ക് മനുഷ്യന്മാരെ സമീപിക്കുന്നവരോ വിഷയങ്ങൾക്ക് സമീപിക്കുന്നവരോ എല്ലാ സംഘത്തിലും പരിമിതമാണ്, വളരെ പരിമിതമാണ്. വിരലുകൾ കൊണ്ട് എണ്ണാനൊന്നും പറയാൻ പറ്റൂല, ഇപ്പോൾ അത്ര പരിമിതമാണ്. അങ്ങനെ ആ യോഗ്യത സൃഷ്ടിക്കലാണ് പള്ളി ദർസുകൾ കൊണ്ടുള്ള ഉദ്ദേശ്യം. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവൽ ആപേക്ഷികമായി കുറയും. അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹിന്റെ റസൂൽ അറിയിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹു താല ഇൽമിനെ ഉയർത്തുന്നു.
അള്ളാന്റെ റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബി ഖബ്ദിൽ ഉലമാ, ഉലമാക്കളില്ലാതെയായി ഓരോരുത്തരായി മരണപ്പെടൽ കൊണ്ടാണിത്. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, ആലിം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ പോലും ശേഷിക്കാത്ത അവസ്ഥ വന്നാൽ, ഇതും റസൂലുള്ള പറയുന്നുണ്ട്. അപ്പൊ ആലിം എന്ന് വിശേഷിപ്പിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, വിവരമില്ലെന്നറിയാത്ത ആളുകളെ വിവരമുള്ളവരായി നടിച്ചിട്ട് അവർ നേതൃത്വത്തിലേക്ക് വരും. അവരെ ആളുകൾ അവരോധിക്കും, അവർ നേതൃത്വം ചോദിക്കും, അവരെ ആളുകൾ അവരോധിക്കും, അവർ പിന്നെ ചോദിക്കണേനൊക്കെ കണ്ടമാനം ഫത്വ നൽകി ജനങ്ങളെ വഴിപഴപ്പിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹിന്റെ കിതാബുകളൊക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. അപ്പോൾ പിൽക്കാലത്ത് അത്തരം അവസ്ഥ വരും എന്നും മുജ്തഹിദീങ്ങളാകാനുള്ള യോഗ്യതയുള്ള പണ്ഡിതന്മാരില്ലാത്ത കാലം വരുമെന്ന് ഈ ഹദീസിൽ സൂചനയുണ്ട് എന്ന് ഇമാമിയങ്ങൾ പണ്ടേ കുറിച്ചു വെച്ചു. ശേഷമുള്ള ആലിം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നവർ പോലും ഇല്ലാത്ത അവസ്ഥ വരും എന്ന് അതിന്റെ പുറകിലുള്ളവർ കുറിച്ചു വെച്ചു. ആ ഒരവസ്ഥയൊക്കെ ഇവിടെ വരും എന്നർത്ഥം. എന്നാലും പള്ളി ദർസുകൾ കാത്തു സൂക്ഷിച്ചിരുന്നത് ഖുർആനും ഹദീസും സംരക്ഷിതമായി സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട കിതാബുകളൊക്കെ വായിക്കാൻ അറിയുന്ന, അതിൽ നിന്ന് ആശയങ്ങൾ ഗ്രഹിക്കാൻ അറിയുന്ന, വിശുദ്ധ ഖുർആനും സുന്നത്തുകളും വായിച്ചാൽ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, പറഞ്ഞാൽ തിരിയുന്ന, ചർച്ച ചെയ്യാൻ പറ്റുന്ന ആലിമീങ്ങൾ വളരെ ചെറിയൊരു ശതമാനമാണ് പള്ളി ദർസുകളിൽ നിന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ചെറിയ ശതമാനമൊക്കെ ഇപ്പോഴും നമ്മുടെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. പള്ളി ദർസുകളുള്ള ആളുകൾ കിതാബ് ഓതി തീരോളം ഓതുക, എന്നിട്ട് ഒരു മൂല്യരായി പുറത്തിറങ്ങുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. സിലബസ് അടിസ്ഥാനത്തിൽ നിരത്തപ്പെട്ട കോഴ്സ് പൂർത്തിയാക്കുകയാണ്. സിലബസ് അടിസ്ഥാനത്തിൽ 8 വർഷത്തെ കോഴ്സ്, 10 വർഷത്തെ കോഴ്സ്, 11 വർഷത്തെ കോഴ്സ്, ഇതാണ് ഇവിടെ നടക്കുന്നത്. 5ാം ക്ലാസ്സിൽ 10-11 വയസ്സിൽ ചേർന്നിട്ട് പിന്നെ ഒരു 11 വർഷത്തെ കോഴ്സ്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു 8-9 വർഷത്തെ കോഴ്സ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു 5-6 വർഷത്തെ കോഴ്സ്. ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഈ കോഴ്സുകൾ പൂർത്തിയാക്കുമ്പോൾ ആ കോഴ്സുകളിലേ കിട്ടുള്ളൂ. ആ കോഴ്സ് തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ലെങ്കിലും ആ കോഴ്സ് കിട്ടും ചെയ്യുമല്ലോ. രണ്ടും നമ്മൾ നോക്കണമല്ലോ. തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ല ഈ കോഴ്സ് കിട്ടും. തിരിയണോൽക്കും ഈ കോഴ്സേ കിട്ടുള്ളൂ. അപ്പൊ തിരിയുന്ന ആളുകൾ ആ കൂട്ടത്തിൽ വായിക്കാനറിയാവുന്നവരെ കുറച്ചൊക്കെ സ്റ്റൈപ്പൻഡ് നൽകിക്കൊണ്ട് അവരെ ഉയർന്ന നിലവാരത്തിൽ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടത് ചെയ്യണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഈ സമന്വയ വിദ്യാഭ്യാസം വരുന്ന കാലത്ത് പത്രാധിപക്കുറിപ്പും മറ്റും കുറിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മാസികകളിൽ ധാരാളം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ ആശയമാണ് ഈ പറയുന്നത്. ഈ ആശയം പക്ഷേ ഇത്രത്തോളൊന്നും വേണ്ട. ഇതിൽ പറഞ്ഞ് 15-20 കൊല്ലം പിന്നെയും കുത്തിരിക്കാവുന്ന 8 കൊല്ലം 10 കൊല്ലമൊക്കെ പഠിച്ച കോഴ്സ് പൂർത്തിയാക്കിയ ആള് 15 കൊല്ലം 20 കൊല്ലമൊക്കെ പിന്നെ പഠിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഓളെ എന്നാ പെണ്ണിട്ടാന്ന് വെക്കൂലേ. ഇപ്പൊ തന്നെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ തന്നെ വയസ്സ് ഇപ്പൊ 24 25 ഇങ്ങനെ കല്യാണം ചെയ്യാന്ന് വെച്ച് ഇത് അവസാനിപ്പിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. മുത്തവൽക്ക് പോകാൻ കൂട്ടാക്കാതെ ഡിഗ്രി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം കണക്കൂട്ട് 24 വയസ്സ് ഇത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിട്ടൂല. സത്യവാദം തന്നെയാണ്. വയസ്സ് കൂടിയാലും പെണ്ണിട്ടില്ലല്ലോ. ആ ഒരു ദുരവസ്ഥയിലേക്ക് നീങ്ങുന്നവരെ എന്ത് കാരണം പറഞ്ഞാലും 15-20 കൊല്ലം പിന്നെ കൊല്ലം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാല് അത് പ്രായോഗികമല്ല. അത്രയൊന്നും വേണ്ടായിരുന്നു. ഇപ്പം എന്തേ വേണ്ടു? എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളിലുമുണ്ട് യോഗ്യന്മാരായിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ പഠിച്ചു വരുന്നവർ. എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകും. അതിന്റെ ശരാശരി നിലവാരം എങ്ങനെയാണ് വരിക? ഒരു 35 പേര് പഠിക്കുന്ന ക്ലാസ് ആണെങ്കിൽ ഒരു 4-5 പേരൊക്കെ അതിൽ യോഗ്യരായ ആളുകളുണ്ടാവും. ബാക്കിയൊക്കെ മറിച്ചു കൂട്ടാം. ഒരു 4-5 ആളുകൾ യോഗ്യരായ ആളുകളുണ്ടാവും. പരമയോഗ്യരായിട്ടുള്ള 1-2 ആൾക്കാരൊക്കെ ഏതാണ്ട് കാലത്ത് മിക്കവാറും കിട്ടും. ഇങ്ങനെ പരമയോഗ്യരായ ആളുകളെ പ്രത്യേകം സ്റ്റൈപ്പൻഡ് നൽകി എത്ര ആവശ്യമാണ് അവർക്ക് കിതാബ് ഓതാൻ ആവശ്യമെങ്കിൽ അവരുടെ അർഹതക്കനുസരിച്ച് കിതാബ് ഓതി കൊടുക്കാനുള്ള ഒരു സംവിധാനം വേർതിരിവില്ലാതെ കക്ഷിഭേദമില്ലാതെ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യുകയാണ്. സഹകരിച്ച് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കക്ഷി ചെയ്യുന്നതിനോട് നല്ല സൗമനസ്യത്തോടുകൂടെ ഉദാരമായ മനസ്സോടുകൂടെ എല്ലാവരും പെരുമാറിക്കൊണ്ട് അത് സഹകരിച്ചുകൊണ്ട് അത് ആരാണെങ്കിലും നടത്തട്ടെ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു രീതി വന്നാൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി, പരിതാപകരമായ സ്ഥിതി ഇല്ലാതാക്കാനും ഏറ്റവും ഭയപ്പെടപ്പെടുന്ന ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് കേരളം നീങ്ങാതിരിക്കാനും പറ്റും. ഇപ്പോഴത്തെ ദർസിന്റെ തലമുറ കഴിഞ്ഞ് വെറും സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങൾ, ഞാനവർ അങ്ങനെ തന്നെ പറയുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ഒരു സ്ഥാപനത്തിന്റെ സന്തതികൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവർ വളരുന്നില്ല. അങ്ങനെ ഒരു ഉൽപ്പന്നങ്ങളായി വരുന്ന ഈ കുട്ടികളെ അതിന് യോജിപ്പിച്ച് ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ട കിതാബുകളൊക്കെ ഓതി പഠിക്കാൻ പറ്റുന്ന യോഗ്യരുണ്ടെങ്കിൽ ആ യോഗ്യരായ ഉസ്താദുമാരുടെ കൂടെ നിൽക്കാൻ സമ്മതിക്കണം. അത് എല്ലാ വിഭാഗവും സൗമനസ്യത്തോടുകൂടെ സഹകരിച്ചുകൊണ്ട് പോയാലേ സാധിക്കുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാരനായിരിക്കുമല്ലോ യോഗ്യതയുള്ള മൂല്യര്. ഈക്കക്കാരനാണെങ്കിൽ എപിക്കാർക്ക് പറ്റില്ല, എപിക്കാരനാണെങ്കിൽ ഈക്കക്കാർക്ക് പറ്റില്ല, ഇവർക്ക് 2 കൂട്ടർക്കും സംസ്ഥാനക്കാരും പറ്റില്ല, ദക്ഷിണക്കാർക്ക് ഇവർ 3 കൂട്ടരും പറ്റില്ല എന്നുള്ളത് എത്തിയാൽ പിന്നെ ബുദ്ധിമുട്ടാവും. നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ ദാറുസുന്നയിൽ നമുക്കറിയാം ദഅ്വാ കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും വരുന്നുണ്ട്. അത് ഒരു ഇങ്ങനെ കിതാബ് ഓതി കൊടുക്കുന്ന മാത്രമുള്ള കോഴ്സല്ല, എങ്കിലും ഒരു ദിശാബോധം നൽകുന്ന ഒരു കോഴ്സാണ്.
വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ, മതപരമായ കാര്യങ്ങളാവട്ടെ, മതങ്ങളെ സംബന്ധിച്ചാവട്ടെ, മറ്റു സംഗതികളെ സംബന്ധിച്ചാവട്ടെ, ഒരു പ്രത്യേകമായി പഠിക്കാൻ പറ്റുന്ന ഒരു ഭാവവും വായിക്കാൻ പറ്റുന്ന ഒരു രൂപം ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് അത്രേ ഉള്ളൂ. ആ കോഴ്സിന് വരുന്നവരിൽ എല്ലാ വിഭാഗമുണ്ട്. ആ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും തുടങ്ങിയാലും അത് ഇന്നൊരിതായി പോയി, ഇന്ന കൂട്ടർ നടത്തുന്നതായി പോയി എന്ന് ചിന്തിക്കാതെ നമുക്ക് ആലിമീങ്ങൾ വേണം, പണ്ഡിതന്മാർ വേണം, അതിന് പറ്റുന്നവർ തിരഞ്ഞെടുത്ത് പോകട്ടെ എന്നുള്ള ഒരു സൗമനസ്യം, ഒരു ഉദാര മനസ്ഥിതി, ഒരു വിശാല മനസ്കത എല്ലാ ഉലമാക്കളും പുലർത്തിയാൽ ആലിമീങ്ങൾ തീരെ ഇല്ലാതായി പോകുന്ന പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കാലത്തോ അടുത്ത ദശകത്തിലോ വരില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അതിനൊക്കെ ഉള്ള ഒരു പണ്ട് ദർശന അതിഥികൾ ചെറുപ്പക്കാരായിട്ടും നിലവിലുള്ളവരായിട്ടും ഉണ്ട് ആളുകൾ. പറ്റ പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ പോന്നിട്ടും അതിനൊക്കെ വന്നവരൊക്കെ ഉയർത്തിയിട്ട് നമ്മളെ ഭാഗത്ത് നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ അതിന് വേണ്ട സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ 15-20 കൊല്ലം സ്റ്റൈപ്പൻഡ് കൊടുത്താലൊന്നുമില്ലെങ്കിലും ആവശ്യത്തിനനുസരിച്ച് അവർക്ക് വെളിച്ചം നൽകാനും അവരുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള രീതിയിൽ പണ്ഡിതന്മാരെ സംരക്ഷിക്കാനും ഉണ്ടാക്കാനും സജ്ജീകരിക്കാനും പറ്റുന്ന പരിശ്രമങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ആ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ്, എവിടെയാണ് അവരുടെ ഇടം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാൻ വിദ്യാർത്ഥികൾ വിദ്യ അർത്ഥിക്കുന്നവരാണ്. അങ്ങനെ അർത്ഥിക്കുന്ന ആളുകളെ അവർ അർത്ഥിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുമെങ്കിൽ അവരെ വിടാൻ അവരുടെ സംഘടനാ നേതൃത്വവും അവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങളും തയ്യാറായാൽ പണ്ഡിതന്മാരുണ്ടാവും. എല്ലാ വിഭാഗത്തിലും പണ്ഡിതന്മാരുണ്ടാകും. ഇല്ലാതെ പോയാൽ ചില വിഭാഗങ്ങൾ പരിശ്രമിക്കുന്നവർക്ക് മാത്രം പണ്ഡിതന്മാരുണ്ടാകും, അല്ലാത്തവർക്ക് പണ്ഡിതന്മാരില്ലാത്ത സ്ഥിതി വരും. ഏതായാലും ഈ ആശയം നമ്മൾ പറഞ്ഞു വരുന്നതാണ്. നമ്മുടെ ബുൽബുലിലും നുസ്രത്തുൽ ഇസ്ലാമിലൊക്കെ ധാരാളം അതിൻ്റെ പത്രാധിപ കുറിപ്പുകളിലടക്കം പ്രത്യേകം ആഹ്വാനം ചെയ്തിട്ടുള്ളതുമാണ് തിരഞ്ഞെടുത്തുകൊണ്ട് സ്റ്റൈപ്പൻഡ് നൽകി വിദ്യാഭ്യാസം നൽകേണ്ട കാര്യം. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അത് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. പിന്നെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ട തരത്തിലുള്ള ഗവേഷണ പഠനം എന്ന് പറയുന്ന രീതി കിതാബിലെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മലയാളത്തിൽ ഗവേഷണം എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തിയിൽപ്പെടുന്ന തരങ്ങൾക്കാണെങ്കിൽ തർക്കമില്ല. ഹാഷിയകളോ കിതാബുകളോ ഒക്കെ ഗവേഷണപരമായി പഠിക്കുക, നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലോ അല്ലെങ്കിൽ അന്വേഷിച്ച് കിട്ടേണ്ട ചരിത്രങ്ങൾ അന്വേഷിച്ച് പഠിക്കുക എന്നൊക്കെയുള്ള രീതിക്കുള്ളൊരു ഗവേഷണം എന്നാണ് പറയുന്നതെങ്കിൽ തർക്കമില്ല. നേരെ മറിച്ച് നിലവിലിരിക്കുന്ന ഫിഖിനെ മാറ്റിയിട്ട് വേറൊരു ഫിഖ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഗവേഷണമൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് പൊളിഞ്ഞു പോകും. അതൊരിക്കലും ദീനിനെ കണ്ടെത്താൻ പറ്റുന്ന രീതിയല്ല. അതിൽ ദീനൊട്ട് ലഭിക്കില്ല, അതിന് യോഗ്യരായ ആളുകളൊട്ട് ഉണ്ടാവുകയുമില്ല. ഉള്ള ഫിഖിനെ മനസ്സിലാക്കാനും എൽമുകളെ നിലനിർത്താനും പറ്റുന്ന ആളുകളെ എല്ലാ വിഭാഗത്തിലും നന്ന ചുരുങ്ങിയത് അവരവരുടെ വിഭാഗത്തിൽ അവരവരുടെ വിഭാഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തന്നെ വളരെ നന്നായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തരം ആളുകൾ തയ്യാറായി വന്നാലും അവരെ സംതൃപ്തമാക്കാൻ പറ്റുന്ന പണ്ഡിത നേതൃത്വം ഉണ്ടോ എന്ന് പറയുന്നതാണ് വളരെ ചിന്തനീയമായിട്ടുള്ള വിഷയം. അങ്ങനെ എല്ലാവർക്കും വന്നാൽ അവരെ സംതൃപ്തമാക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കാൻ ഇയാളടുത്ത് കോളുണ്ട്, ഇയാളടുത്ത് വിഭവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ നമ്മളെ സംഘടനകളൊക്കെ കൂടി പരിധിയാലുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വളരെ പ്രയാസകരമായ സംഗതിയാണ്. ഏതായാലും ഉള്ളയിടത്തോളം ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് ആ രീതിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. കേരളത്തിൻ്റെ എൽമി പാരമ്പര്യവും എൽമി സവിശേഷതയും ആലിമീങ്ങളുടെ പ്രത്യേകതയും ഒക്കെ നിലനിർത്താൻ പറ്റുന്ന ഒരു ശരിയായ ഉചിതമായ മാർഗം, അതൊരു നല്ല മാർഗമെന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്.